ഹലോ. നമ്മൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നേരം പലപ്പോഴും നമ്മൾ പൂക്കളും ചെടികളും അതിനോടൊപ്പം തന്നെ നമ്മൾ ഹെർബ്, അതായത് മെഡിസിനൽ വാല്യൂസ് ഉള്ള കുറച്ച് ചെടികളെങ്കിലും നമ്മൾ നട്ടു വെക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു ചെടിയാണ് നമ്മുടെ റോസ്മെരി എന്ന് പറയുന്ന ഒരു ഹെർബ്. ഇതിന് സാധാരണയായിട്ട് നമ്മൾ കുക്കിങ്ങിനെല്ലാം നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ഈ റോസ്മെരി ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ തൈ ലഭ്യമല്ലാത്തത് കൊണ്ടാകാം, അതല്ല എങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടുമാകാം. പക്ഷേങ്കിൽ ഞാനിന്ന് റോസ്മെരിയുടെ കുറച്ച് തണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം വെച്ച് പിടിപ്പിച്ചു. ഞാൻ ആ ചെടി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കുന്നതെന്നാണ് ഇന്ന് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പം കുറച്ച് നല്ല ലൂസായിട്ടുള്ള മണ്ണും മണലും അതുപോലെ തന്നെ കുറച്ച് എല്ലാം നല്ല കൊക്കോപ്പീറ്റും ഒക്കെ ചേർന്ന് ഇച്ചിരി ലൂസായിട്ടുള്ളൊരു മണ്ണാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തു. അതുപോലെ തന്നെ ഇതാണ് റോസ്മെരിയുടെ തണ്ട്. ഇത് ഒത്തിരി പേർക്ക് ഇപ്പോൾ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ആൻറ്റി ഓക്സിഡൻറ്റുമാണ് എന്ന് മാത്രമല്ല, ഇതിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ വാട്ടർ നമ്മൾ മുടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ കുക്കിങ്ങിന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഒക്കെ ഇത് എടുക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് ഗുണം തരുന്ന ഒരു ചെടിയാണ്. അന്നേരം ഞാനിതിൻ്റെ ഒരു തണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേര് പിടിപ്പിക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സ്കിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് കുറച്ച് തേനും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതായത് ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണം. ഇത് വളരെ കുറച്ച് മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല നമ്മൾ നാട്ടിലൊക്കെ പൊടിച്ച് കിട്ടുന്ന മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത്. അത് കുറച്ച് ഹണി എന്ന് പറയുന്നത് നല്ല ഒരു റൂട്ടിങ് ഹോർമോണാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉണങ്ങിപ്പോകാതെ നല്ല പെട്ടെന്ന് വേര് പിടിക്കാൻ ഇത് ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റോസ് ചെടി ആണെങ്കിലും തണ്ട് വേര് പിടിപ്പിക്കാൻ വേണ്ടി ഈ ഒരു സെയിം മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്ക് കുറച്ച് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മണ്ണിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അവിടേക്ക് കുത്തി വെക്കുക. നമുക്ക് എന്തുമാത്രം ചെടി വേണോ അതിനനുസരിച്ച് നമ്മൾ തണ്ടുകൾ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ വേര് തണ്ടിങ്ങനെ കുത്തി വെച്ചതിന് ശേഷം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കൽ. ഇപ്പോൾ ഈ ഒരു മണ്ണിൽ ചെറിയൊരു ഈർപ്പം ഉണ്ട്, എന്നാലും ഒരു സ്വല്പം ഒന്നുകൂടെ വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കരുത്. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അഴുകിപ്പോകും, വേര് പിടിക്കത്തില്ല. ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് നമ്മൾ വെയിലത്തൊന്നും കൊണ്ട് വെക്കരുത്, തണലത്ത് വെക്കുക. എന്നിട്ടൊരു കവറിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കുക കംപ്ലീറ്റ് ആയിട്ട്. അതിൻ്റെ അകത്തൊരു ഹ്യൂമിഡിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കവറിട്ട് മൂടി വെക്കുക. അങ്ങനെ വെക്കാൻ നേരം ഇതിന് വേര് വരാനുള്ള ഒരു ഇത് കിട്ടും. കണ്ടോ, ഇതിന് ലേശം വെള്ളം മാത്രം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത് ജസ്റ്റ് ആ മണ്ണിനൊരു നനവ് നിൽക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിൻ്റെ ഒരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതേപോലെ ഒരു സിപ്ലോ കവർ ഇട്ട് ഞാനൊന്ന് മൂടി വെക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ചെറുതായിട്ട് വേര് പിടിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് മറ്റ് ചെടികൾക്കും ഈ ഒരു സെയിം രീതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് വാങ്ങാൻ കിട്ടുന്ന റൂട്ടിംഗ് ഹോർമോൺസ് ഓൾറെഡി ഇപ്പം ഓൺലൈൻ സൈറ്റുകളിലും അതുപോലെ തന്നെ ചെടിക്കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റൂട്ടിംഗ് ഹോർമോൺസ് വാങ്ങാൻ കിട്ടും. അതിൽ ടിപ്പ് ചെയ്ത് വെച്ചാലും നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. വേര് പിടിക്കാൻ സഹായിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്, അറിയാവുന്നവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. റെയർ ഫ്രൂട്ടുകളുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, ഇത് നമ്മുടെ നാട്ടിൽ നല്ലപോലെ കായ്ക്കും കേട്ടോ. അതായത് ഒരു ചെടിയിൽ ഒത്തിരി നല്ലപോലെ കായ്ക്കുന്ന ഒരു കാര്യം. ഇതിനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ്. ഇത് ചുമ്മാതെ കഴിക്കാനും ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കാനും നല്ലതാണിത്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കാര്യം ഭയങ്കര കഷ്ടമാണ്.
മാക്സിമം നമ്മൾ നല്ലപോലെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇതാണ് നമ്മുടെ മരമുന്തിരി എന്ന് പറയുന്ന ജബോട്ടിക്കാബ. ഇത് കണ്ടോ നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. ഈ ചെടി നമ്മളെപ്പം എവിടെ വെച്ചാലും നല്ല വെയിൽ കിട്ടുന്നൊരു സ്ഥലം നോക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു മുന്തിരി കായ്ക്കുന്ന അതിൻ്റെ തണ്ടിലാണ്. ഇതേപോലെ നിറച്ച് കായ്ക്കും. കണ്ടോ ഇങ്ങനെ ആണിത് കായ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല സ്വീറ്റുമാണിത്. നല്ലൊരു ഫ്രൂട്ടാണ്. ഇത് വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും നല്ല ഫ്രൂട്ടുകളിലൊന്നാണിത്. അതുപോലെ തന്നെ ചെറിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫ്രൂട്ടുകൾ ഇതൊന്നും ഒരുപാട് മരമാവുന്നതല്ല. ഇതൊക്കെ നമുക്ക് ടെറസിലായാലും മുറ്റത്തായാലും ഒക്കെ ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്നത് കേട്ടോ. മറ്റേ ജബോട്ടിക്കാബ നേരത്തെ ഞാൻ കാണിച്ചത് നമ്മൾ ചട്ടിയിലാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.